പ്രേതദോഷത്തിന് അടക്കം വയ്ക്കാനുള്ളതായ ഒരു മന്ത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ബ്രഹ്മൻ, വിഷ്ണു, മഹേശ്വരൻ മൂവരും കൂടി ഉണ്ടാക്കിയൊരു തിരുവുടലുട്ടൻ ഓംശ്വരനും ഭയപ്പെട്ട നടയുടെ വിടയുടെ വിഷം നീങ്ങിയാരെ പോലെ വായുവിലടങ്ങി, അഗ്നിയിലടങ്ങി, ആകാശോദിശയമുണ്ടടങ്ങി, മിറിയടങ്ങി, കരിങ്കല്ലായി കിടക്ക സ്വാഹ. ഈ മന്ത്രം 51 ഉരു ജപിച്ച് അരി, പൂവ്, അരി, നെല്ല്, പൂവ് ഇത്യാദികൾ കൂട്ടി ആർക്കാണോ ബുദ്ധിമുട്ടുള്ളത് വെച്ചെങ്കിൽ അവരേനെ ഒരു 51 തവണ ഈ മന്ത്രം ജപിച്ചിട്ട് ഒഴിഞ്ഞ് ആ കുടത്തിലിട്ടിട്ട് വായ്ക്കെട്ടി മുറ്റത്ത് കുഴി കുത്തിയോടെ സ്ഥാപിക്കുക. അരിയും പൂവും എടുത്ത് ജപിച്ച് കുടത്തിലിട്ട്, അപ്പോൾ ഈ മന്ത്രം ജപിക്കുന്നതിനൊപ്പം ഒരു പുതുക്കുടുക്ക ആവശ്യമാണ്. അപ്പോൾ ഈ മന്ത്രം 51 ഉരു ജപിച്ചിട്ട് കുടത്തിലിടുക. എന്നിട്ട് അതേപോലെ തന്നെ ജപിച്ചിട്ട് ഈ പെനയായവരെ ആർക്കാണ് ബുദ്ധിമുട്ട് വെച്ചെങ്കിൽ അവരേനെയും അതേപോലെ തന്നെ ഒഴിഞ്ഞിട്ട് അതും കുടത്തിലിട്ടിട്ട് വായ്ക്കെട്ടിയിട്ട് നടുമുറ്റത്ത് കുഴി കുത്തി അവിടെ കുഴിച്ചിടുക. ഇത്ര ദിവസം വരെ അടക്കമാക്കി നിൽക്കണേ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ മരിച്ച ആ വ്യക്തിയുടെ പേരും നാളും ചേർത്ത് ജപിക്കുക. അപ്പൊ ഏത് ബാധകളായാലും ശരി അതിനെ അടക്കമായിട്ട് അവിടെ നിൽക്കും. അപ്പൊ ഇത് പലതരത്തിലുള്ളതായ പലതരത്തിലുള്ള കർമ്മങ്ങൾ, പ്രേതകർമ്മങ്ങളൊക്കെ അതിനെ അടക്കം വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട്. പലരും പല വിശ്വാസപ്രകാരം ചെയ്യുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ആ വീട്ടിലെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ ഉപാസനമൂർത്തിയുടെ ശക്തി കൊണ്ട് ഇത്ര ദിവസം വരട്ടെ ഇത്ര ദിവസം വരെ അടക്കമാക്കി നിർത്തട്ടെ. ഏത് വ്യക്തിയുടെ കുടുംബത്തിലും ക്ഷേത്രത്തിലാണെങ്കിലോ കർമ്മിയാണെങ്കിലോ ശരി, ആ ധർമ്മദൈവാദികളെയും അവർ വിശ്വസിച്ച് അവർ ആരാധിച്ചു വരുന്ന, അവർ ജപിച്ചു വരുന്നതായ മന്ത്രങ്ങളെ കൊണ്ട് അരിനെല്ലും പൂവും എടുത്ത് ജപിച്ച് അത് ഇത്ര ദിവസം വരെ എൻ്റെ ഈ വ്യക്തിയുടെ ശരീരത്തിൽ ഉപദ്രവിച്ചു വരുന്നതായ ഏതൊരു ബാധാദോഷങ്ങളും പ്രാർത്ഥികളും മൂർത്തികളും ഞാൻ പറയുന്ന ഇത്ര ദിവസം വരെ അടക്കമാക്കി നിർത്തിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചേർത്ത് ആ കുടത്തിൽ എന്നെ ചേർത്തിട്ട് അതിന് വായിക്കിട്ടുക. ആദ്യം ഈ വാഴയുടെ ഇല വാട്ടിയിട്ട് അത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മീതൊരു പട്ടോ മറ്റോ വെച്ചിട്ട് തുണി വെച്ച് കെട്ടിയിട്ട് അത് നടുമുറ്റത്ത് സ്ഥാപിക്കാം. അപ്പൊ ഇതൊക്കെ പഴയ കാലത്ത് ധാരാളമായിട്ട് ചെയ്തിരുന്നതാണ്. അതിനടക്കം വെക്കാനും അതേപോലെ തന്നെ അതിന് ശേഷം കർമ്മങ്ങളൊക്കെ ചെയ്യാനും. അപ്പൊ അന്ന് ഇന്നത്തെ പോലുള്ളതായ എല്ലാവരും ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ സുദർശനോ പ്രത്യേകിലും യമരാജവും ചെയ്യാൻ പറ്റുന്നൊരു കാലഘട്ടമല്ല. ആർക്കും പഠിക്കാൻ പോലും പറ്റില്ല. അതൊക്കെ വലിയൊരു വിഭാഗത്തിന്റെ കയ്യിലുള്ളതായിരുന്നു. അപ്പൊ ഇത്തരം മന്ത്രങ്ങളാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. അതിൻ്റെതായ ഒരു ശക്തിയും പ്രൗഢിയും ഉണ്ടായിരുന്നു. അതിലുപരി അവര് അത്രയധികം ഉപാസനയിൽ മനസ്സ് ഊന്നി നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ഇന്നുള്ളവർക്കൊക്കെ എന്തെങ്കിലും അറിയും എന്നല്ലാതെ അന്നത്തെ പോലുള്ള ആളുകളുടേതായ പവർ ഇന്ന് മിക്കവർക്കും ഇല്ല. കാരണം അന്ന് അതിന് മാത്രം നിന്നിരുന്ന വ്യക്തികളാണ് അന്ന്. അതേപോലെ തന്നെ ഇന്നത്തെ പോലെ 100 തരം കടങ്ങള്, 100 തരം ആലോചനകള്, അതേപോലെ തന്നെ ടിവിയോ നവമാധ്യമങ്ങള് ഇതൊന്നും അന്നില്ല. അവരുടെ വീട് കഴിഞ്ഞാൽ അവരുടെ പണി എന്താണെന്ന് വെച്ചെങ്കിൽ അല്ലെങ്കിൽ എന്താ ഉദ്ദേശിച്ചെങ്കിൽ അത് മാത്രം. മറ്റൊരു ചിന്താലോകത്തേക്ക് അവർക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നതായ പ്രവൃത്തിയില് അവര് അത്ര അധികം ശക്തിയിലെത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇതേപോലുള്ളതായ കർമ്മങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് അടക്കം വെച്ച് കഴിഞ്ഞാൽ നിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് പരമാവധി എത്ര പെട്ടെന്ന് കർമ്മങ്ങൾ ചെയ്തിട്ട് ബാധയെ നീക്കണം. കാരണം ഓരോ ദിവസവും ഈ പ്രേതങ്ങളോ അല്ലെങ്കിൽ പ്രേതത്തിനോടുകൂടി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു മൂർത്തികളോ നമ്മുടെ നടുമുറ്റത്ത് നിൽക്കുമ്പോൾ അതിന്റെ ദുരിതങ്ങള് വീട്ടുകാർക്ക് അടിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അതൊരു 7 ദിവസം 14 ദിവസമൊക്കെ വെച്ചിട്ടുള്ള കുഴപ്പമില്ല. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ വളരെ ദുരിതങ്ങളിലെ വരിക. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അധികം നാളവിടെ വെച്ച് നീട്ടാതെ അതിനെ എത്രയും പെട്ടെന്ന് തന്നെ കർമ്മങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കാനുള്ള വഴികൾ ആലോചിക്കണം കർമ്മികള്. അങ്ങനെ വരുമ്പോ പിന്നെ എന്താണ് അവരുടെ ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ. ഒരു പ്രേതദോഷം അല്ലെങ്കിൽ ശത്രുദോഷം തീർക്കാന്ന് പറഞ്ഞാല് എല്ലാവരും ഒരേ ശൈലിയിലായിരിക്കില്ല തീർക്കുക. കർമ്മങ്ങൾ ചെയ്യാം. നല്ല രൂപത്തിൽ കർമ്മം ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരിക്കാം. നല്ല രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ താന്ത്രികപരമായിട്ട്
താന്ത്രികപരമായിട്ട് കർമ്മം ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരിക്കും, അതല്ലാതെ കർമ്മം ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരിക്കും. ഇതൊന്നുമില്ലെങ്കിലും എൻ്റെ വിഷ്ണുമായ ചാത്ത, എൻ്റെ കരിങ്കുട്ടിയെ, എൻ്റെ ഭദ്രകാളിയെ, എൻ്റെ വീരഭദ്ര, ഭൈരവി, അവരിനൊക്കെ പ്രാർത്ഥിച്ചിട്ട് അവരുടെ വിശ്വാസത്തിൽ അവർ ചെയ്യുന്ന കർമ്മത്തിൽ ഒതുക്കാൻ പറ്റുന്ന പ്രബലമായ ആളുകൾ ഇന്നുണ്ട്. അപ്പൊ അവര് അനുഷ്ഠിച്ചു വരുന്ന ആചരിച്ചു വരുന്നതായ ആ കർമ്മ മേഖലയിൽ, ആ കർമ്മ രീതിയിൽ ആവാഹിച്ചാലും ഈ സാധനങ്ങളൊക്കെ അവിടെ നിൽക്കാവുന്നേ ഉള്ളൂ, എത്ര ശക്തമായിരിക്കുന്ന ആഭിചാര ദോഷങ്ങളായാലും. അപ്പൊ പരമാവധി പ്രേതദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പ്രതിമകളിലേക്ക് ആവാഹിച്ചിട്ട് അതിന് ഗതി വരുത്താനായിട്ട് നോക്കാം. അല്ലെങ്കിൽ ആണിമ ആവാഹിച്ചു, കാഞ്ഞിരപ്പലക മേടിച്ചു, അല്ലെങ്കിൽ കാഞ്ഞിര മരത്തം മേടിച്ചു, അതേപോലെ തന്നെ കാഞ്ഞിര മുട്ടിയിൽ അടിച്ചിട്ട് ദഹിപ്പിച്ചു, അല്ലെങ്കിൽ മുടി അടക്കം ചിറ്റി കൊണ്ടുപോയി മരത്തം മേടിച്ചു, അല്ലെങ്കിൽ ആവാഹിച്ച് ചുടലയിൽ കൊണ്ടുവച്ചു. അതിനൊക്കെ ശക്തിയുണ്ട്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് ചിലപ്പോൾ വിടാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ വഴിക്കന്നെ പലവർക്കും വരേണ്ടി വരും. പലവർക്കും വരേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് ഇവര് റിലീസാകുമ്പോഴാവും മറ്റുള്ള ആളുകളൊക്കെ അതിൽ വരിക, പെട്ടെന്ന് പേടിക്കുക. കാരണം അവർക്ക് ഒന്നും ആലോചിക്കില്ല. അവർക്ക് എവിടെയെങ്കിലും കയറിയിരുന്ന് ഇപ്പൊ അവരുടെ ശരീരത്തിൽ കൂടി അങ്ങനെയുള്ളവരുണ്ട്. അവർ കൊടുക്കുന്ന ആഹാരങ്ങളിൽ നിന്ന് കഴിക്കുന്ന അവരുടെ ജീവനിൽ കൂടി എത്തിക്കണ്ണി പോലെ അത് അവരിനെ അങ്ങനെ പോകുന്ന ആളുകളുണ്ടാവും. അല്ലെങ്കിൽ അവരിൽ കൂടി ബന്ധപ്പെടുക, അവരിൽ കൂടി ധാരാളം ഭക്ഷണം കഴിക്കുക, അവരിൽ കൂടി നടക്കുക, ഇരിക്കുക, പാട്ടുപാടുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആ വ്യക്തിനെ ദേഷ്യപ്പെടുന്ന ആളുകളായിട്ട് മറ്റവരായിട്ട് ഒരു വ്യക്തിയുടെ ശരീരത്തിലിരുന്നു അതൊരു പീഠം പോലെ അല്ലെങ്കിൽ ഒരു സ്വന്തം ക്ഷേത്രം പോലെ ഇരിക്കും അവരിയ്ക്കുക. ഈ വ്യക്തികളെ ഏതെങ്കിലും കാരണവശാലും മറ്റുള്ള ആളുകളൊക്കെ വഴക്ക് പറയുക, ദേഷ്യപ്പെടുന്ന സമയം കൈ കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയിലായിരിക്കും ഈ അദ്ദേഹം പെരുമാറുക. അത് ആ വ്യക്തിയുടെ അല്ല, ആ വ്യക്തിയുടെ ഒപ്പം ഇരിക്കുന്ന ആളായിരിക്കും പെരുമാറുക. അങ്ങനെ അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു വീട്ടുകാർക്ക് അവന്റെ പതിവിലും വിപരീതമായിട്ട് എന്തൊക്കെയോ ആള് പറയുന്നുണ്ട്, ആളുടെ ചേഷ്ടകൾ അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴായിരിക്കും എന്തോ അവനെ പറ്റിയിട്ടുണ്ട് എന്ന് വീട്ടുകാര് സംശയിക്കുക. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തില് അവനെ നിരീക്ഷിക്കുമ്പോൾ അവൻ ചെയ്യുന്നതൊക്കെ അബദ്ധങ്ങളായിരിക്കും. അങ്ങനെ ആ അബദ്ധങ്ങളിൽ കൂടി പോകുമ്പോഴാവും അവനെ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കാനായിട്ട് നോക്കുക. അപ്പൊ ശക്തമായിരിക്കുന്ന പ്രേത സാന്നിധ്യങ്ങൾ ഇന്ന് പ്രേതങ്ങൾ ഉണ്ട് വെച്ചാൽ ശരി, അത്ര നമ്മൾ പോരാ. കാരണം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് വെളുക്കില്ല, വെളിച്ചില്ല, ആകെ ഇരുട്ട് മൂടി കിടക്കുന്ന ഒരു അവസ്ഥകളായിരുന്നു. ഇപ്പൊ ഒരു 5-10 ഏക്കർ സ്ഥലത്ത് ചില ഒരു വീട് 2 വീടൊക്കെ ഉണ്ടാകുക, അധികം വീടുകളില്ല. ഇന്നിപ്പോ ഒരു 5 സെന്റ് ഉണ്ടെങ്കിൽ അതിൽ 3 വീടുണ്ട്, വെളിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോ ഈ ഇരുളടഞ്ഞ ഗുഹ, അല്ലെങ്കിൽ ഇരുണ്ട് മൂടി, അല്ലെങ്കിൽ തുറക്കാത്ത താമസമില്ലാത്ത ഭവനം, അല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കുന്ന അവരൊക്കെയാണ് അവരുടെ ശക്തികൾ ഉണ്ടാകുക. അവിടെയൊക്കെ വെളിച്ചം വന്നത് കൂടിയിട്ട് അവർക്ക് നിൽക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥകൾ സ്വാഭാവികമായിട്ട് വന്നു. എങ്കിലും അവരുടെ ശക്തി ഉള്ള സ്ഥലത്ത് ഇതേപോലെ യാദൃശികമായിട്ട് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ചിലർ ഭയപ്പെടാതിരിക്കില്ല. അവരുടെ സമയം അനുകൂലമല്ലെങ്കിൽ അങ്ങനൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രേതബാധകളായിട്ട് അതിൽ വരിക. അത് തൂങ്ങി മരിച്ചതുണ്ടാകും, അല്ലെങ്കിൽ വിഷം കുടിച്ച് മരിച്ചിട്ടുണ്ടാകും, തീ കൊളുത്തി മരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ മരണപ്പെട്ടുകൊണ്ട് അടക്കം ചെയ്തിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പൊ അവിടെ നിന്നൊക്കെ അവര് വിട്ടുപോകുന്ന സമയത്തേക്കും ഇതേപോലെ തന്നെ ആരെങ്കിലും ഗതികേട് സമയത്തിന് വരിക. അപ്പൊ അവരുടെ ശരീരത്തിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി എന്തൊക്കെ കാണിച്ചിരുന്നു അതൊക്കെ ജീവനോട് കൂടി നിൽക്കുന്ന ഈ വ്യക്തിയും കൂടി ചിലപ്പോൾ കാണിച്ചു തുടങ്ങും. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരു കർമ്മിയുടെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റേണ്ട കർമ്മങ്ങളുണ്ട്. അപ്പൊ തൽക്കാലം ഒന്ന് അടക്കം വയ്ക്കാൻ, ഇത്ര ദിവസം വരെ അടക്കം വയ്ക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതും അവരുടെ ധർമ്മദൈവാദികളെയും തട്ടകത്ത് ഭഗവതിയും ഗുരുവായൂരപ്പനെയും ദേശത്തെ ദേവിദേവന്മാരെയും വളരെയധികം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ചെയ്യുന്ന കാര്യത്തിന് കൃത്യത വരണേ, അതിന് ശക്തി ഉണ്ടാകണേ എന്നുള്ളത് അവരുടെ കുലദൈവത്തിനോടും പ്രാർത്ഥിച്ചതിന് ശേഷം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.